നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുതിര പഞ്ചായത്ത് ആലഞ്ചുവട്ടിലെ മുജീബ് വൃക്കരോഗ സംബന്ധമായ രോഗങ്ങളാൽ ഏകദേശം 7 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയാലിസിസ് കൊണ്ട് ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുജീബിൻ്റെ വൃക്ക മാറ്റി വെക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ധനസമാഹരണം, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രിയപ്പെട്ട ബാപ്പുട്ടിയാജിയുടെ വീട്ടിൽ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അൻവറും, ഈ വാർഡിലെ മെമ്പർ ഷംസു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ബാപ്പുട്ടിയാജിയുടെ മകൻ മുജീബ് അടക്കമുള്ള ഒട്ടനവധി ആൾക്കാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടി ഹാജിയുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മുജീബിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ പൈസയുടെ തുടക്കം നമ്മൾ കുറിക്കുന്നത്. ഇതുപോലെയുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ, അതിനൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നത് ബാപ്പുട്ടിയാജിയുടെ വീട്ടിൽ ബാപ്പുട്ടിയാജിയുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് എല്ലാ പദ്ധതികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുജീബിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ധനസമാഹരണവും ഇവിടെ വെച്ച് തന്നെ ആവണമെന്ന് നമ്മളൊക്കെ തീരുമാനിച്ചത്. നാടിൻ്റെ നന്മയുടെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ് ബാപ്പുട്ടിയാജി, അദ്ദേഹത്തിൻ്റെ കുടുംബവും. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മുജീബിൻ്റെ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പടച്ച തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ഉദാരമതികളായ എല്ലാവരും ഈ സംരംഭത്തോട് സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയപ്പെട്ട തട്ടാഞ്ചേരി മുജീബ് 42 വയസ്സാണ്, ചെറുപ്പക്കാരനാണ്, പെയിന്റിംഗ് തൊഴിലാളിയാണ്. 2 പെൺമക്കളും ചെറിയൊരു ആൺകുട്ടിയാണ്. 2 പെൺകുട്ടികളെ ഇതേപോലെ കല്യാണം കഴിഞ്ഞു. ഒരു കിഡ്നി രോഗം വന്നത് ഏകദേശം 7 വർഷം മുമ്പാണ്. അങ്ങനെ ഒരുപാട് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസം. ഓൻ്റെ വീട് ഓൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ വാപ്പ വിറ്റു. ഒരുപാട് കാലം വാടകയ്ക്കായിരുന്നു താമസം. അപ്പം ഞാനന്ന് പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് നമ്മളെ ഒരു നാട്ടിലുള്ള ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട 3 സെന്റ് സ്ഥലം മുജീബിന് സൗജന്യമായി കിട്ടി. ആ സ്ഥലത്ത് ഞങ്ങൾ നാട്ടുകാരെ കൂടി ഒരു വീടുണ്ടാക്കി കൊടുത്തു. മോനും കുട്ടികളും ഇപ്പോൾ ചെറിയൊരു വീട്ടിലാണ്, ഏകദേശം 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിലാണ് താമസിച്ച് വരുന്നത്. അപ്പോഴാണെങ്കിൽ കിഡ്നി മാറ്റി ഇനി ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ 1000-ൽ പരം ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞു. കിഡ്നി മാറ്റി വെക്കല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം ഉമ്മ തയ്യാറായി. ഉമ്മാൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഭാര്യ തയ്യാറായി. ഇപ്പോൾ ഈ ഭാര്യൻ്റെ ടെസ്റ്റ് മെമ്പർ കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റിൽ തന്നെ തിരിച്ച് എല്ലാ ടെസ്റ്റുകളും പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി സർജറിയാണ്. അപ്പോൾ അതിനെന്തായാലും ഒരു ഫണ്ട് വേണം. അപ്പോൾ അതിനിപ്പോൾ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇവിടുന്ന് കുടിക്കുന്നത്. മുജീബിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും ഇയാളൊക്കെ ഇവിടെ കുടിക്കുന്നത്. മുജീബിൻ്റെ അളാം ഉൾപ്പെടെ ഇതിലുണ്ട്. ഏതായാലും ഇവിടെ പങ്കെടുത്ത നിങ്ങളൊക്കെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സൂറാബിനെ അതിശാന്തി പരിശോധിക്കുന്നു. അസ്സലാമു അലൈക്കും.